35 വർഷത്തെ കീഴ്വഴക്കം പൊളിച്ച് തിരുവഞ്ചൂർ. 35 വർഷമായി കേരള നിയമസഭയിൽ നിലനിന്നിരുന്ന ഒരു കീഴ്വഴക്കത്തെ ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊളിച്ചെഴുതിയിരിക്കുകയാണ്. എന്താണ് സംഭവം നമുക്ക് പരിശോധിക്കാം. അതായത് 1957 നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയാണല്ലോ EMS മന്ത്രിസഭ. 57 മന്ത്രിസഭ മുതൽ 91 മന്ത്രിസഭ വരെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷൻ അവതരിപ്പിക്കാം, ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കാം, അതേപോലെ അങ്ങനെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഒരു MLA എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രി എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്കും അവതരിപ്പിക്കാമായിരുന്നു 1957 മുതൽ 91 വരെ. എന്നാൽ 91 ശേഷം ഒരു കീഴ്വഴക്കമുണ്ടായി. അതായത് 91 ആ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് 1991 ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തി. അതായത് ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ സ്ഥാനത്തിന് തുല്യമാണ്. മാത്രമല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ശമ്പളവും ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്കും ലഭിച്ചു തുടങ്ങി 91 മുതൽ. പക്ഷേ അതിനുശേഷം ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് തൻ്റെ മണ്ഡലത്തെ സബ്മിഷൻ അവതരിപ്പിക്കാനോ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കാനോ ഒന്നും തന്നെ അവകാശമുണ്ടായിരുന്നില്ല. അത് സ്വാഭാവികമായി വന്നു ചേർന്ന ഒരു കീഴ്വഴക്കമാണ്, അല്ലാതെ നിയമമല്ല, സഭയുടെ നിയമമല്ല. അത് 91 മുതൽ ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം ഉയർത്തിയത് മുതലുള്ള ഒരു കീഴ്വഴക്കമായിരുന്നു. ശ്രദ്ധ ക്ഷണിക്കൽ പാടില്ല, സബ്മിഷൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് തങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ പരിഹാരത്തിനും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു MLA ഉന്നയിക്കുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം കാണാനൊന്നും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇന്നലെ ബജറ്റ് ചർച്ചയുടെ ഭാഗമായി ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ, ഞാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ, പക്ഷേ എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, അരൂർ മണ്ഡലത്തിൽ നിന്നാണ് ഷാനിമോൾ ഉസ്മാൻ ജയിച്ചത്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എനിക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇതിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. ഷാനിമോൾ ഉസ്മാൻ പറയുന്നതിന് ശരിയുണ്ട്, അത് നമുക്ക് പരിഗണിക്കാം എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി കൈക്കൊണ്ടു. അത് ഷാനിമോൾ ഉസ്മാന് അനുകൂലമായ ഒരു ഘടകമായി. രണ്ടാമത്, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അതും ഷാനിമോൾ ഉസ്മാന് മറ്റൊരു അനുകൂല ഘടകമായി. അങ്ങനെ ഇന്നലെ 2 ഘടകങ്ങൾ ഷാനിമോൾ ഉസ്മാന് അനുകൂലമായി. അതായത് മുഖ്യമന്ത്രി ഷാനിമോൾ ഉസ്മാന്റെ ഈ ഒരു പ്രശ്നത്തോട് അനുകൂലമായി പ്രതികരിച്ചു. പ്രതിപക്ഷമാകട്ടെ ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ച ഈ ആവശ്യത്തെ എതിർത്തതുമില്ല. മൂന്നാമത് തടസ്സം എന്ന് പറയുന്നത് സ്പീക്കറുടെ ഭാഗത്തു നിന്നാണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. കാരണം സഭയിൽ ഈ സഭാരേഖകളിൽ അല്ലെങ്കിൽ സഭാ നിയമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുരുക്ക് കണ്ടെങ്കിലും 35 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. അവിടെ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് കൃത്യമായി വെളിവായെങ്കിൽ മാത്രമേ സ്പീക്കർക്ക് റൂളിംഗ് നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്പീക്കർ പരിശോധിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് അത് ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണ ചരിത്രപരമായിട്ടുള്ള ആ ഒരു റൂളിംഗ് നൽകിയിരിക്കുകയാണ്. അതായത് ഇനി മുതൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്, ശ്രദ്ധ ക്ഷണിക്കാനുള്ള അവകാശമുണ്ട്. അതോടുകൂടി ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാന് തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ആ പ്രശ്നങ്ങൾ നേടിയെടുക്കാനും ഒക്കെ തന്നെയുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരു MLA പോലെ സ്വന്തമായിട്ട് തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. ഈ 35 വർഷം ഡെപ്യൂട്ടി സ്പീക്കറുടെ ഒരു ചുമതല എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രസംഗിക്കാനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, സ്പീക്കർ ഇല്ലാത്ത സമയത്ത് സഭയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ചുമതല. ആ ചുമതലയെ പുറമെ ആകെ ഉണ്ടായിരുന്നത് വർഷത്തിൽ ഒരിക്കൽ സഭയിൽ ഒന്ന് പ്രസംഗിക്കാം. ആ പ്രസംഗത്തിൽ ഈ പറയുന്നത് പോലെ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് നേടിയെടുക്കാൻ കഴിയണമെന്നില്ല. വളരെ ചുരുങ്ങിയ പ്രസംഗമായിരിക്കാം, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരവസരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. പക്ഷേ അവിടെ നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാന്, അതായത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷൻ അവതരിപ്പിക്കാനും ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കാനുമുള്ള വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അവസരം വന്നു ചേർന്നത്. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇന്നത്തെ റൂളിംഗ് 35 വർഷത്തെ കീഴ്വഴക്കം പൊളിച്ച് എഴുതുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീഫ് വിപ്പിന്റെ കാര്യം. ചീഫ് വിപ്പിനും ക്യാബിനറ്റ് റാങ്കാണ് ഉള്ളത്. അതായത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ അവകാശങ്ങളും അതേ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ചീഫ് വിപ്പിന്. ചീഫ് വിപ്പിന് ഈ പ്രശ്നമില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ മൗനം ചീഫ് വിപ്പിനില്ല. ചീഫ് വിപ്പിന് ഇതുപോലെ ശ്രദ്ധ ക്ഷണിക്കലിന് അവകാശമുണ്ട്, സബ്മിഷന് അവകാശമുണ്ട്, ഒരു MLA പോലെ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ മാത്രമാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഇവിടെ 3 പേരുടെ കാര്യമാണ് ക്യാബിനറ്റ് റാങ്ക് ഉള്ളത്. ഒന്ന്, ഡെപ്യൂട്ടി സ്പീക്കർക്ക് ക്യാബിനറ്റ് റാങ്കായിട്ട് 91 ഉയർത്തി എന്ന് പറഞ്ഞല്ലോ. ചീഫ് വിപ്പിന് നിലവിലതുണ്ട്. പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കാണ് ഉള്ളത്. മന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കും. എന്ത് തന്നെയായാലും ഇതൊരു വലിയ ചരിത്രപരമായ 35 വർഷം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. 35 വർഷത്തിന് ഇടയിലുള്ള ഏറ്റവും എടുത്തു പറയത്തക്ക സ്പീക്കറുടെ ഒരു റൂളിംഗ് ആണ്, ഒരു ചരിത്രപരമായ റൂളിംഗ് ആണ്. അതുവരെ 57 മുതൽ 91 വരെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇതിനുള്ള അവകാശമുണ്ടായിരുന്നു, സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലിനുള്ള അവകാശമുണ്ടായിരുന്നു. പിന്നീടാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ശമ്പളവും ആനുകൂല്യങ്ങളും പദവിയും ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തിയപ്പോൾ അവർക്ക് സ്വാഭാവികമായി അങ്ങനെ വന്നു ചേർന്നതാണ്. ആരും അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ആരോ ഉണ്ടാക്കി അത് പിന്നെ അങ്ങ് തുടരുകയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഷാനിമോൾ ഉസ്മാൻ ഈ ഒരു വിഷയം ഉന്നയിക്കുന്നത്. അങ്ങനെ ഉന്നയിക്കുമ്പോൾ 3 പേരുടെ ഭാഗത്തു നിന്നും ഷാനിമോൾ ഉസ്മാൻ അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നിതാ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഷാനിമോൾ ഉസ്മാന്, അതായത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നു, ഒരു റൂളിംഗ് വന്നിരിക്കുന്നു. ഇനി മുതൽ ഷാനിമോൾ ഉസ്മാന് ധൈര്യമായി അരൂരിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. അതിൻ്റെ മണ്ഡലമായ അരൂരിലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത് അത് ഒരു MLA എന്ന നിലയിൽ ആ ഒരു രീതിയിൽ തന്നെ ശ്രദ്ധ ക്ഷണിക്കലിനും സബ്മിഷനുമുള്ള അധികാര അവകാശങ്ങൾ ഉണ്ടാകും. അതാണ് ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള റൂളിംഗ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.